ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജിമ്മിന് പോണ പരിപാടി കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതി. അതുകൊണ്ട് അതിനനുസരിച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് എണീച്ചത്. ഇന്ന് നമുക്ക് സാറ്റർഡേയിൽ ഞങ്ങൾ ഒരു 5-6 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എവറിഡേ സാറ്റർഡേ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ജിമ്മിൽ. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ട് ചെയ്യാവുന്ന രൂപത്തിൽ ചെയ്യാന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എണീച്ചു, ഇതൊക്കെ മടക്കി വെച്ചു, ബ്ലാങ്കറ്റൊക്കെ പോവാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മള് ഷൂ നമുക്ക് പുറത്തുനിന്നിട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. അവിടെ ജിമ്മിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ ഉണ്ട്, അതൊക്കെ പാക്ക് ചെയ്തു. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു റെഡ് ബുൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതെടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഡെയിലി റെഡ് ബുൾ കഴിക്കണം നല്ലതല്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ അതൊന്ന് എടുത്ത് അടിച്ചു. അപ്പൊ ടാറ്റ, ജിമ്മിലേക്ക് പോട്ടെ, ജിമ്മിൽ നിന്ന് കാണാം. ജിമ്മിലെത്തി. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർ മാക്സ് ഫിറ്റ്നസ് എത്തി. നമ്മൾ നേരെ കയറി റിസപ്ഷനിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും ട്രെയിനേഴ്സും റിസപ്ഷനിസ്റ്റും എല്ലാവരും കൂടെ ഇങ്ങനെ കത്തി വെക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. നേരെ നമ്മളെ ഉള്ളിലേക്ക് കടന്നു. ബാഗെടുത്തുനിന്ന് സാറ്റർഡേ പാർട്ടി ആയതുകൊണ്ട്, സാറ്റർഡേ പാർട്ടി അല്ല, സാറ്റർഡേ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് നേരം മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ കത്തി വെച്ചു. സാറുമാരും മറ്റേ കുറച്ച് ആൾക്കാരൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരെ കൂടെ ഇങ്ങനെ ഓരോ കമൻ്റൊക്കെ ഇട്ട് അടിച്ച്, അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാമപ്പ് ആവാം, കൈയും കാലൊക്കെ ഒന്ന് റൈസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതിന് ശേഷം ശംഭു സാറിനായിട്ട് സംസാരിക്കാൻ, ശംഭു സാറ് നമ്മളെ ഡയറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. നമ്മളെ പ്രിയപ്പെട്ട കോച്ചാണ്. ഞാൻ ചെറിയ സമയത്തൊക്കെ ഡയറ്റ് പൊട്ടിക്കും, അതിനെക്കുറിച്ച് കുറച്ച് വഴക്ക് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. സാർ അങ്ങനെയാണ്, കറക്റ്റായിട്ട് ഡെയിലി വന്ന് ചോദിക്കുകയും ചെയ്യും എന്നോട് നിന്ന് ഇതാക്കും. അപ്പം നമ്മളെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റിൽ നമ്മളൊരു 5 റൗണ്ട് ഓട്ടമാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് വാമപ്പിനുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് മെയിനായിട്ട് ആപ്സിനാണ് നമുക്ക് മെയിനായിട്ട് അവർ ചെയ്യിപ്പിച്ചത്. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മൾ മാനേജറാണ്, അവിടുത്തെ മാനേജറും പിന്നെ ശംഭു സാറും കൂടെയാണ് അതിനെ മെയിനായിട്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ഇതേപോലെ കൗണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ ആ ഒരു കാര്യങ്ങളിൽ ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ ടയേർഡായിരുന്നാലും 15 കൗണ്ട് പറഞ്ഞാൽ 15 തന്നെ ചെയ്യിപ്പിക്കും. അതാണ് അവിടുത്തെ ഒരു ഇത്. നിർത്താൻ സമ്മതിക്കില്ല അവർ, അത് ചെയ്യിപ്പിക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ടായി. നല്ല രസമാണ്. നമുക്ക് ഗ്രൂപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാറ്റർഡേ ആവാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ. ഒരു എന്താ പറയാ, നമുക്കൊരു ചില്ലായിട്ട് പോരാൻ പറ്റും. എക്സസൈസും കാര്യങ്ങളും ടയർഡ്നെസ്സും ഒക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഭയങ്കര ഹാപ്പിനെസ്. മൊത്തത്തിൽ ചെയ്ത് ഞാൻ ടയേർഡായി മക്കളെ. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കൗണ്ടൊന്നും 15 എന്ന് ഒരു സംഭവത്തിൽ പറഞ്ഞാൽ അത് മുഴുവനായിട്ട് തന്നെ ചെയ്യിപ്പിക്കും അതിനായിട്ട്. പിന്നെ അവരെ ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ചായിട്ട് വരുന്നവരാണ് അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം അവർ ചെയ്യിപ്പിക്കും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ടായി. ദെൻ സെക്കൻഡ് ഗ്രൗണ്ട്. മുന്നിലുള്ളവൻ നീങ്ങിയാലേ എനിക്ക് പോവാൻ പറ്റൂ. അവനോട് ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്ക്, ചാട് മോനെ ചാട്. അങ്ങനെ നമ്മളങ്ങനെ തവളച്ചാട്ടം ചാടിക്കൊണ്ടിരിക്കുക. ഇനി മൂവിങ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. അയ്യോ, രക്ഷയില്ല. ഇത് 15 കൗണ്ട് ഇത് ചെയ്യണം, പിന്നെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേറെ സ്റ്റെപ്പ് വരുന്നുണ്ട്, വേറെ സ്റ്റെപ്പ്. അതിനൊരു 15 വെച്ച് കൗണ്ട് വെച്ചിട്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ കുറച്ച് സ്ലോ ഉള്ളവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനടക്കം. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ സത്യവതി പറയാം.
പ്രത്യേകിച്ച് അവിടുത്തെ മാനേജറായിട്ട് ചെയ്യണ സമയത്ത് ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ്. മറ്റുള്ളവർ സ്ട്രിക്റ്റ് ആണ് എങ്കിൽ കൂടെ മാനേജർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ചെയ്യിപ്പിക്കും. ആള് ഓരോരുത്തരുടെ അക്കൗണ്ടും ഭയങ്കര വാച്ച് ചെയ്യുകയും ചെയ്യും അവിടെ. ഇതൊക്കെ മൊത്തത്തിലൊരു ഭയങ്കര ടഫ് ആൻഡ് ആയിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കംപ്ലീറ്റ് നമുക്ക് അത് എത്തിക്കാൻ പറ്റിയ അക്കൗണ്ടൊക്കെ മൊത്തമായിട്ട് എത്തിച്ചിട്ട് കിട്ടുന്ന ആ ഒരു സുഖം, അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് ആപ്സിനെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് സിക്സ് പാക്ക് വരുത്തണം എന്നുള്ള അതിയായ ആഗ്രഹം സത്യത്തിൽ എനിക്കുള്ളത്. ഞാൻ എന്തായാലും അടുത്തൊക്കെ തന്നെ ആയിട്ട് സിക്സ് പാക്ക് കാണിക്കും, ഷുവറായിട്ടും. നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു, എന്തായാലും ഞാൻ എത്തിക്കുന്നുണ്ട്. Done. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ഒരു സംഭവമാട്ടാ. ഇതിങ്ങനെ നമ്മൾ ഓരോ ഓരോ വർക്കുകൾ നമ്മളിങ്ങനെ ആക്കിയിട്ട് അതിൽ എടുക്കുക. എനിക്ക് ടയർ മൂവ് ചെയ്യാനുള്ള സംഭവമാണ് കിട്ടിയത്. ഭയങ്കര അതിൽ റൗണ്ടായിട്ട് ചെയ്യണമായിരുന്നു അത്. അതും ഭയങ്കര ഫാസ്റ്റിൽ തന്നെ ചെയ്യണം, ടൈമില്ല. ഫാസ്റ്റ് 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 ആയിട്ട് ചെയ്യാൻ വേണം. അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്തു, മാക്സിമം റൗണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ ടയേർഡായി, രക്ഷയില്ലാത്ത ടയേർഡായി പോയി, തളർന്ന് ഇരുന്ന് പോയി ഞാൻ. അതിന്റെ ഇടയിൽ ഏതോ ഒരു കൈകൾ എന്നെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതാ കൈകൾ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇതാക്കിയായിരുന്നു, കുറച്ച് വെള്ളം കുടിച്ചിട്ട് അടുത്ത് തുടങ്ങാം എന്നുള്ള രൂപത്തിൽ പോവായിരുന്നു. അങ്ങനെ അതിലത്തെ എല്ലാവർക്കും അതട്ടെ, അങ്ങനെ നറുക്കെടുക്കുന്ന പോലെ എടുത്തിട്ട് ഓരോ വർക്കൗട്ട് നമുക്ക് കിട്ടും, അത് അവരെ കൊണ്ട് ലാസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തായിരുന്നത്. അപ്പൊ എൻ്റെത് ഈ പറഞ്ഞ പോലെ ടയർ മൂവ് ചെയ്യിക്കൽ തന്നെ ആയിരുന്നു. അതിന്റെ ഇടയിൽ നമ്മളെ ബാബുമോനായിട്ട് കുറച്ചു നേരം കത്തി വെച്ച്. ബാബുമോൻ നമ്മളെ ക്ലോസ് ആട്ടോ, ക്ലോസ് ഫ്രണ്ടാണ്. ബാബുമോനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ, ബാബുമോൻ എന്നല്ല പേര് ഞാനായിട്ട് സ്വന്തമായിട്ട് ഇട്ട ഒരു പേരാണ്. ആള് വളരെ നല്ലൊരു വൈബാണ് എനിക്ക് അവനായിട്ട് സംസാരിക്കുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും. അവനോട് വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു എനർജി ഒന്നും കൂടെ കൂടിയ മാതിരി. ബാബുമോനായിട്ട് കുറച്ചു നേരം കത്തി വെച്ചു. കാരണം വെച്ചാൽ എൻ്റെ കഴിഞ്ഞു റെസ്റ്റ് ഒരു ടൈമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം, ആളുടെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ഹോൾഡിംഗ് ആയിട്ട് നിർത്തുന്ന എത്ര ടൈം വെക്കുന്നു. ആള് അവിടുത്തെ ലേഡി സെക്ഷനിലൊരു വലിയൊരു പുലി തന്നെ കേട്ടാ, ഒപ്പം പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആണുങ്ങളായിട്ടായിരുന്നാലും ഒപ്പത്തിനൊപ്പമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിൽ എല്ലാം പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റാർ മാക്സിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. ഷൂ റാക്കിൽ വെച്ചു, ചെരുപ്പെടുത്ത് വെച്ചു, നേരെ വീട്ടിൽ റൂമിലേക്ക് കയറി. ആദ്യം തന്നെ പോയി വാഷ് മെഷീൻ ഓൺ ആക്കണം, എല്ലാം ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നേരെ അതിന് പോയി. അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്ക് ഉണ്ട്, ഭയങ്കര തിരക്ക് പിടിച്ചിട്ടായിരുന്നു. വേഗം കുളിച്ച് റെഡി ആവട്ടെ. അപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് ഞാൻ വർക്കിന് പോവാണ്. നാളെ